successfully and then make and then do. So that ഉത്തര ഉണ്ണിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലുള്ള നൃത്ത വീഡിയോ കണ്ട് നൃത്തം പഠിക്കാനായി കടൽ കടന്നെത്തിയതാണ് ഈ അപ്സരയും ശാലിനിയും. ഇന്ന് ഇവരുടെ അരങ്ങേറ്റമാണ്. അരങ്ങേറ്റത്തിൽ ഇവരുടെ നൃത്താധ്യാപികയായ ഉത്തരയ്ക്ക് ഒരുപാട് പറയാനുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് ഉത്തര. എല്ലാ സ്റ്റുഡൻസും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണെങ്കിലും ഇവർ ദി ആർ വെരി സ്പെഷ്യൽ ബിക്കോസ് അവർ മലേഷ്യൻസ് ആണ്. മലേഷ്യയിൽ താമസിക്കുന്ന മലയാളീസ് അല്ല, നോൺ മലയാളീസ് ആണ്, നോൺ ഇന്ത്യൻസ് ആണ്. ഒരു പ്രാഗിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വേറൊരു രാജ്യത്തു നിന്ന് നമ്മളുടെ രാജ്യത്തിലത്തെ കല പഠിക്കാനായിട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി നമ്മളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ദി ആർ വെരി സ്പെഷ്യൽ ടു മീ. കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ച് ചിന്തിച്ചത്. ഓൺലൈൻ വഴി നൃത്തം പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് പോലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സമയത്താണ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അപ്പോഴാണ് ഇവരെന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ വളരെ റെഗുലറായിട്ട് കഴിഞ്ഞ 4 years ആയിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന രണ്ട് സ്റ്റുഡൻസ് ആണ്. ഒരു 4-5 hours ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടത് പെർഫോം ചെയ്യാൻ അവർക്ക് പറ്റുന്നത്. ജസ്റ്റ് 2 weeks മുമ്പേ ആണ് അവർ നാട്ടിലേക്ക് എത്തുന്നതും നമ്മളുടെ എല്ലാ ഐറ്റംസും കച്ചേരിയിലുള്ളത് നമ്മളിവിടെ നേരിട്ട് ഫിസിക്കൽ ക്ലാസ്സസിലൂടെ കറക്ഷൻസ് കൊടുക്കാനും എല്ലാം തുടങ്ങിയത്. താളം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും എങ്ങനെയും നമുക്ക് പഠിക്കാൻ പറ്റും. താളം മാത്രമല്ല, ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ഏതൊരു ആർട്ട് ഫോമും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിന് തീർച്ചയായിട്ടും ഐ തിങ്ക് ഐ ഹവ് ബീൻ എൻ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഐ ഹവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ടു ഗെറ്റ് two beautiful students like them. In 2019, I found Uttaraka on Instagram. She posted about her Bharatanatyam classes that she will be giving online one-to-one sessions, and I was really interested to join, so I sent her an email, we communicated, and soon my sister and I joined her classes. Uttaraka's classes is very well balanced. It includes not just the practical part, but also the theory, where she covers everything about talam, the hand gestures, the footwork, all these details, and she's very thorough with it, and that's what I really like about it. I really like the way she does her abhinaya, and she makes sure that we also find that depth in our work. We are both doctors, and we are currently authoring for the math and science curriculum for an international school in Prague. As much as we love science, we also love how Bharatanatyam shows us the way. It's like a tool that shows us a way to life, basically. And I love how I love how Uttaraka is so not judgmental when it comes to dance. She let us explore and totally be ourselves in Bharatanatyam. Shalini, she's a special girl because വളരെ ചെറുപ്പത്തിൽ 9 വയസ്സുള്ളപ്പോൾ കാലിന് ചലനശേഷി നഷ്ടപ്പെടും എന്ന് വരെ കാൽ ആംപ്യൂട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോയതായിരുന്നു. ആങ്കിൾ ബോണിന് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് വളരെ ഒരു സീരിയസ് സർജറിയിൽ കൂടെ കടന്നു പോയ ഒരു കുട്ടിയാണ്. നടക്കാൻ പറ്റുമോ എന്ന് പോലും സംശയമായിരുന്നു വീട്ടുകാർക്കും എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു 1.5-2 മണിക്കൂറിൻ്റെ കച്ചേരി ചെയ്യാൻ തക്കോണം ഉള്ളൊരു ലെവലിലേക്ക് ഉയർന്നു വന്നത് അവളുടെ മാത്രം ഡെഡിക്കേഷനും പെർസിവറൻസും കൊണ്ടാണ്. സോ ഇന്നാണ് നമ്മളുടെ രംഗപ്രവേശം. എല്ലാവരും പ്രാർത്ഥിക്കണം, എൻ്റെ കുട്ടികളെ അനുഗ്രഹിക്കണം. സുജോയ് എഡ്വാർഡിനൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമിലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്. ശ്യാമിലി ശശിധരൻ ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ശ്യാമിലി. വളരെ ഊർജ്ജസ്വലരായ 2 വിദ്യാർത്ഥിനികൾ. വളരെ സന്തോഷം തോന്നുന്നു. അവരോടൊപ്പം ചെലവഴിച്ച സമയം ശ്യാമിലിക്ക് എങ്ങനെയായിരുന്നു? ആ മോത്തി പറഞ്ഞതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയ 2 പേർ, ആർട്ടിനോട് അത്രയധികം താല്പര്യമുള്ള 2 പേർ. അവർ കടൽ കടന്നെത്തിയതല്ലേ. അവർ ശ്രീലങ്കയിൽ ജനിച്ച് മലേഷ്യയിൽ ജീവിച്ച് വളർന്ന് പിന്നീട് പ്രാഗിൽ
ജോലി സംബന്ധമായി താമസമാക്കിയ രണ്ടുപേരാണ്. അവരാണ് കടൽ കടന്ന് കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആർട്ട് ഫോം പഠിക്കാൻ വേണ്ടി, ഭരതനാട്യം പഠിക്കാൻ വേണ്ടി. ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉത്തര ഉണ്ണിയെ സമീപിക്കുകയും നമ്മൾ ഈ വാർത്ത ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്തത്. കോവിഡ് കാലത്താണ് ഇത്തരം ഒരു ഓൺലൈൻ സാധ്യത എല്ലാവർക്കും തുറന്നു കിട്ടുന്നത്. പക്ഷെ ഈ ഓൺലൈൻ പഠനം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭാഷ പഠിക്കാം, മറ്റൊരു ക്രാഫ്റ്റ് പഠിക്കാം, സംഗീതം പഠിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ നൃത്തം പഠിക്കുക, അതും ഓൺലൈനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ അത് ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും അത്രയേറെ ഡെഡിക്കേഷൻ വേണം, അത്രയേറെ അവരതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് ചില പരിമിതികളുണ്ട്. പക്ഷേ 4 വർഷം ഈ കുട്ടികൾ ഓൺലൈനായി പഠിച്ചു. അതിനുശേഷം 15 ദിവസം മുമ്പ് മാത്രമാണ് ഈ കുട്ടികൾ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 വർഷം ഓൺലൈനായി പഠിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്കൊരു ആശങ്കയുണ്ടാവും. പക്ഷേ ഈ കുട്ടികളുടെ നൃത്തം കാണുമ്പോൾ അത് നമ്മുടെ അതിശയിപ്പിക്കും. കാരണം അവരുടെ ഒരു ഡെഡിക്കേഷൻ, അവർ ദിവസവും 4-5 മണിക്കൂർ എത്രയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് പ്രാഗിൽ വെച്ച് തന്നെ അങ്ങനെയായിരുന്നു. അവരുടെ ഡോക്ടർ സഹോദരിമാരാണ് രണ്ടുപേരും. അവരുടെ ജോലിക്കൊപ്പം അവർ ഈ നൃത്തവും മുന്നോട്ട് കൊണ്ടുപോയി 4 വർഷം. അതിനുശേഷം ഇപ്പോൾ ഇവിടെ അരങ്ങേറ്റം നടത്താൻ വേണ്ടി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ മലേഷ്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും പ്രാഗിൽ നിന്നുമുള്ള അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ അരങ്ങേറ്റത്തിന് വേണ്ടി കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, അങ്ങനെ ഡോക്ടർമാരായ 2 സഹോദരിമാർ പ്രാഗിൽ നിന്നും എത്തിയിരിക്കുകയാണ്. ശ്രീലങ്കയിൽ ജനിച്ച് മലേഷ്യയിൽ വളർന്ന് പ്രാഗിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ. വളരെ സന്തോഷം. അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവസാനം ഉത്തര ഉണ്ണി എന്ന അധ്യാപിക പറഞ്ഞതുപോലെ എല്ലാ ആശംസകളും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് അവർക്ക് നേരാം.